ഞാൻ സുഖം തമ്മിൽ അടിച്ചു പിരിഞ്ഞതാണ് ഇന്ന് വീണ്ടും കല കാണിച്ചൂടെ അല്ല സമയല്ല അമ്മയും മോളും എന്നാ ഒച്ചപ്പാട് ഒരു സ്ഥലത്ത് പോവാൻ കഴിഞ്ഞു കഴിഞ്ഞാല് കഷ്ടപ്പാട്. ഇതെന്താ സംഭവം? ഇത് മാല അത് കൊടുങ്ങിപ്പോയി. എപ്പോഴും ഇല്ലതായത് ഇവിടെ പോവാൻ കഴിഞ്ഞത് കിട്ടുകയില്ല. ചുള്ളമുടി ആരാ പറഞ്ഞു എല്ലാവരും പറഞ്ഞു മേതൂട്ടിയുടെ മുടി കെട്ടി വെക്കണം. നിന്നെ കെട്ടി വെക്കണം. നിന്നെ കെട്ടി വെച്ചില്ലേ ശരിയാവില്ല. നീ ഓടുന്നതാ ഇതന്നെ കെട്ടി വെച്ചില്ല ഇങ്ങനെ ഓടുന്നീ. അപ്പം നമ്മളിവിടെ വീട്ടിൽ ഇന്ന് കുടുംബശ്രീ നടക്കുന്നുണ്ട്. അത് നമുക്ക് കാണാട്ടാ കുടുംബശ്രീയിൽ ഒരു ചെറിയ ഇത്. അപ്പം അമ്മ എല്ലാം കുടുംബശ്രീയിൽ ഇരിക്കും ഇന്ന്. പ്രിയ കുടുംബശ്രീ ഇല്ല കേട്ടാ. പ്രിയന ചവിട്ടി പുറത്താക്കി. പ്രിയ ഉണ്ടായി ആദ്യം. പ്രിയ ആദ്യം കുടുംബശ്രീയിലെല്ലാം ഉണ്ടായിനി. പക്ഷെ ലാസ്റ്റിൽ അവര് ഇവിടെ സ്വഭാവം ശരിയില്ലാത്തോണ്ട് അവിടെ കെട്ട തക്കാളിനെ എടുത്തെറിഞ്ഞു പുറത്തേക്ക്. പ്രശ്നങ്ങൾ ഇവള് പോയ പിന്നെ ആടെ പരദൂഷണവും വഴക്കുറച്ചിലും പിന്നെ ആടെ പ്രശ്നങ്ങളെല്ലാം ആയതുകൊണ്ട് പ്രിയ പോയിക്കോ. ഇപ്പൊ നല്ല രീതിയിൽ അവർ കുടുംബശ്രീ പോകുന്നു. ഞാൻ വിടായിട്ടൊന്നല്ല. നീ ഇത് വെറുതെ പറഞ്ഞിതാക്കണ്ടാ. അവര് പുറത്തെറിഞ്ഞ അവര് കുടുംബശ്രീ ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവരും കാണുന്നവർക്കെല്ലാം മനസ്സിലാവും നീ എടിയല്ല പോകുന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് കുടുംബശ്രീ ചേരണ അടുത്ത ഞാൻ ഇപ്പൊ പരസ്യമായിട്ട് പറഞ്ഞ കുടുംബശ്രീയിലേക്ക് വേണമെങ്കിൽ ഇവക്ക് ചേരാട്ടാ. വെക്കണ്ട ലാസ്റ്റിൽ ഇത് വാ നമുക്ക് പോലെ വാ. വെച്ചിട്ടുണ്ടേ കല കാണിച്ചൂടെ അല്ലേ? ഇപ്പൊ ഇന്ന് കുടുംബശ്രീയാണ്. അപ്പൊ എല്ലാരും അല്ലേ? അപ്പോൾ നമ്മളിപ്പം ഇവിടെ അടുത്തില്ലേ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. മണിക്കൂട്ട നേരത്തെ കളിക്കാൻ വന്നിടാ. പോനോട് മണിക്കൂട്ടൻ ഇപ്പൊ കുറച്ച് ദിവസമായി ഫുട്ബോൾ കളിക്കാൻ വരുന്നു. അതെ ഇടയ്ക്ക് ഇങ്ങനെ ലീവിൽ വീട്ടില് കുറച്ച് പിള്ളേരുണ്ട്. ശ്രീനാടിന് അങ്ങോട്ട് പോയിട്ട് വാ. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. നടന്ന് കളിക്കുന്നുണ്ട്. വണ്ടി തന്നെ എടുക്കുന്നുണ്ടോ? പിള്ളേർ നടന്ന് കളിച്ചോട്ടല്ലേ. മണിക്കൂറിന് ഇപ്പൊ ആകെ ഇതാവേ വന്നു. ഇവരെ കാണുന്നില്ലല്ലോ. അതിനാ അതന്നെ ആ കൂട്ടത്തില് ഏറ്റവും ചെറുത്. വരുന്നില്ലേ? വീട്ടിലേക്ക് വരുന്നില്ല? നീ കളിക്കുന്നേ? നമ്മള് നരിക്കൂട് പോവേന്നേ. അല്ല നീ ഇപ്പൊ വരുന്നില്ല ഇപ്പൊ നമ്മള് ഇവളെന്താ നിന്നെ കൂട്ടാത്തറിയാ? അതെടുത്തോ. അങ്ങനെയാണ് ഈ വെള്ളം എടുത്തോ. എന്നാ ശരി മോനെ. മണിക്കൂറിനൊന്നും പ്രശ്നമില്ല. മണിക്കൂറിന്റെ ടീമാടെ നിൽക്കുന്നുണ്ട്. മണിക്കൂട്ടിനെ ആടെ ടീം ആക്കിയതുകൊണ്ട് മണിക്കൂട്ടൻ വരുന്നില്ല. വലിയ പിള്ളേരും ഉണ്ട്. ഇതന്നെ ഏറ്റവും ചെറുതാ കൂട്ടത്തില്. നോക്കറാ മേതു ഇടുന്ന മുട്ടായി കിട്ടിയത് ഇപ്പൊ അച്ഛൻ നിനക്ക് മുട്ടായി മേടിച്ചല്ലേ? നമ്മക്കില്ല മുട്ടായി. മേതുട്ടി ആദ്യമായിട്ട് മുട്ടായി വേണ്ടെന്ന് പറയുന്നത് കേട്ടാ. എന്തേമോ അത് നരിക്കോട് പോന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ മുട്ടായി വേണ്ട പറയുന്നില്ല. ചാ ഓക്കെ ആടെ പോവാൻ കഴിഞ്ഞാ പിന്നെ ഒന്നും വേണ്ട. അപ്പൊ നമ്മളിതാ നരിക്കോട് എത്താൻ വേണ്ടി പോകുന്നു. കുറച്ച് ലേറ്റ് ആയി. എന്ത് യുദ്ധം? അമ്മ പറഞ്ഞു നരിക്കോട് പോകുന്നില്ല. ഇനി എന്തായാലും സമയം വൈകിയതല്ലേ. എന്തിട്ട് സമയം വൈകി? പഠിക്കാത്തോണ്ട്. എന്നിട്ട് വണ്ടീന്ന് അത് മാത്രമാണ് കാരണം. 6 പഠിച്ചു. ഇനി എനിക്ക് 2 കൂടി പഠിക്കാത്തത് മാത്രല്ലല്ലോ കാരണം. അതിന്റെ ഇടക്ക് നമ്മളെവിടെ പോയി
നമ്മള് പെട്രോൾ അതായത് വരുന്ന വഴിക്ക് ഒരു ഫാമിലി ഇങ്ങനെ സ്കൂട്ടറിലെ പിന്നെ ആക്സിഡന്റിൽ ഫുൾ കഴിഞ്ഞു പോയിട്ട് അപ്പൊ ഒരു ഫാമിലി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ആൾ തന്നെയാണ്. അപ്പൊ ഒരു നാട്ടിൽ തന്നെയാണ്. അപ്പൊ അവര് അങ്ങനെ പെട്രോള് ഇപ്പൊ നമുക്കും പെട്രോൾ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അവരും കൂടി ആവശ്യമായതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ പോയി അവരെടുത്ത് പിന്നെ അങ്ങോട്ട് തിരിച്ച് ഡ്രോപ്പ് ആയി. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ഇവിടെ കുറച്ച് ലേറ്റ് ആയി. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് 7 മണി കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. മേതുട്ടി കുറച്ച് പഠിക്കാനെല്ലാം ഉണ്ടായിനെ. അപ്പൊ അത് മേതുട്ടി കുറച്ച് വണ്ടിയിൽ നിന്ന് തന്നെ പഠിച്ചു. ഇത് നിന്റെ സീക്രട്ട് സ്ഥലാ? ആര് ഈ സെല്ലിക്ക് വന്നൂടാ? നമ്മൾ ഓബിയ കുട്ടീന്റെ സീക്രട്ട് സ്ഥലാട്ടാ ഇത്. സ്റ്റെയർ കേസിന്റെ അടിയിൽ ഇത് നമ്മുടെ പിന്നെ അന്ന് വാഷിംഗ് ബേസിന്റെ തൊട്ടടുത്തല്ലേ സ്റ്റെയർ കേസിന്റെ അടിയിലില്ല സ്ഥലമാണ്. ഇവിടെ എന്താ നീ വെക്കല് ഓബി? ടോയ്സ് അതല്ല ഫുള്ള് ബാഗിൽ നിറച്ചതും ടോയ്സാ. നീ ഇവിടെ വന്നിരിക്കും ഇടക്കിടക്ക്. അതെയാ? ആ സമയത്ത് മാത്രല്ലേ. ഇപ്പം പിന്നെ അമ്മീതൊട്ടിയും കൂടി വന്നപ്പോൾ ഞാൻ രണ്ടാളും കൂടിയായി അല്ലേ? അടിപൊളി. എന്നാ കളിക്കട്ടെ രണ്ടാളും. നമ്മൾ നേരെ അമ്മേൻ്റെ അടുത്തേക്ക് പോവാ. മമ്മ ചായ വെക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ വന്നപാട് വിയം കുട്ടന് പനി. അടുത്ത് ഞാൻ ഈ ലൈറ്റ് ഓഫ് ആക്കട്ടെ. അപ്പം നമ്മളുടെ അപ്പോൾ വിയം കുട്ടന് പനിയാണ്. നമ്മൾ മുന്നേ അറിയില്ല കേട്ടോ ഇവിടെ വന്നേ പിന്നെ. അപ്പോൾ അവന് ചെറിയൊരു ജലദോഷവും പനി. ഇന്ന് രാവിലെ തുടങ്ങിയതാ. അമ്മ എപ്പാ പനിയുടെ? രാത്രിയാ? രാത്രിക്ക് തുടങ്ങിയതാണ് കേട്ടാ. വിയങ്കൂട്ട കുറച്ച് ക്ഷീണത്തിലായിരിക്കും. അതെ. ഇന്ന് ഹോസ്പിറ്റലിലേക്കൊന്നും പോയല്ലേ? ഞാൻ പറഞ്ഞാലേ അമ്മേന്റെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ട് നമ്മ വന്നതല്ലേ പ്രിയ? പിന്നെ എല്ലാവർക്കും അങ്ങനെയല്ലേ, അവരവരെ മക്കള് വരുമ്പോ സന്തോഷം. ഇന്ന് സൂണ്ടായിട്ടാ എനിക്കൊരു മേലും കൈയും വേദന. എന്നിട്ട് ഓള് ഒരു ഗുളിക കൊണ്ടാണ് നിന്നിരി ഒറ്റ പുറല്ലൊരു വേദന. കാലാവസ്ഥ മാറിയിട്ടായിരിക്കും. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പോവാം ഹോസ്പിറ്റലിലേക്ക്. അച്ഛൻ അമ്മ മുന്നേ അല്ലേ അനങ്ങിക്കൂട്ടുന്നത്. അമ്മ ഹരിതകർമ്മസേനയിൽ പോയിക്കൊണ്ട് പോകും. ശരീരം ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുറച്ച് നാളായി ഇപ്പൊ അങ്ങനെ പോവാത്ത. അത് അമ്മക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ അമ്മക്ക് അന്ത്യോളം പോവാനും പറ്റുന്നില്ല അല്ലേ? കാലുവേദന തുടങ്ങുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ളൊരു ചെറിയൊരു പ്രശ്നം ഉണ്ട് അല്ലേ? ശരിയാവും, പ്രശ്നങ്ങളെല്ലാം ശരിയാവുന്നു. പോകുമ്പോ കാലുവേദന, പോവാണ്ടിരിക്കുമ്പോ അതിനെക്കാട്ടിയും വേദന. എന്നാ പറയുന്നു അമ്മ. പക്ഷെ നമ്മൾ ഈ ഏരിയയിൽ ഏറ്റവും സീനിയോറിറ്റിയിലെ ആളാണ് കേട്ടോ ഹരിതകർമ്മസേനയിൽ. എന്തോ ഒന്ന് മറ്റേ പട്ടും വളയെല്ലാം കിട്ടിയതാണ്. 2016 തുടങ്ങിയ പണിയാണ്. പിന്നെ കൊറോണ മറ്റേ എല്ലിനെ അതിജീവിച്ചു അല്ലേ? കൂടി കൊറോണ നിപ്പ വന്നിട്ട് വന്നു എന്ന് പറയുമ്പോ നമുക്ക് കഴിയുമ്പേ തുടങ്ങിയതാണ്. അപ്പൊ ഈ വാഴയുടെ ഇഷ്ടം പോലെയാണ് നിപ്പയിലെ വരുന്നത്. വന്നിട്ട് പറഞ്ഞിട്ട് വാഴ ഇഷ്ടം പോലെ പഴം പഴുത്തിട്ട് കിടക്കും, നല്ല മണ്ണം പഴം. നിപ്പയില ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. നിപ്പ വാഴപ്പഴം ആരും കഴിക്കുന്നില്ല പേടിച്ചിട്ട്. അമ്മക്ക് നിപ്പയില അതിനപ്പുറം പറ്റും. ഞാനും സരോജിനി നമ്മൾ തൊട്ടെ സുഹൃത്തുവാണ്. വെച്ച് പെരുമാറിയ നല്ലോണം തുതുപ്പം ഇപ്പൊ നമുക്ക് വന്നിട്ടേ അല്ല വരുന്നവരുടെ നമുക്ക് വന്നിട്ടാണ്. പക്ഷെ അത്ര ഒരു ഇതാണ് ധൈര്യം. അമ്മ എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവ് ആട്ടാ. അമ്മ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എന്തെങ്കിലും ഒരു കലാകായിക മത്സരങ്ങളൊന്നും അമ്മ ഒറ്റൊന്നും ഒഴിവാക്കൂല. അമ്മ എന്താന്ന് ഞാൻ വിടൂലെന്ന്. പിന്നെ കർണപ്പടി മോന്റെ അടുത്താണ് പരിപാടി വെച്ചിരി. വിട്ടില്ല, ഒരു വയസ്സനാണ് എന്റെ കൂടെ നിന്നത്. ഒരു വയസ്സനാണ്, വിട്ടില്ല ഞാൻ. അമ്മ ഇപ്പൊ ചെറുപ്പാട്ടാ. അമ്മ 18 ഇപ്പൊ കൊറേ ആളെ തോൽപ്പിച്ചിട്ട് ലാസ്റ്റ് ഒരാണുങ്ങളൊക്കെ 21 വയസ്സിൽ അമ്മ നോക്കി. അമ്മ ഇങ്ങനെ ഒരു നോട്ട അയാള് അമ്മ ഇങ്ങനെ നോക്കി അയാൾക്ക് ചിരി വരുന്നത്.
തെളിച്ചു മാറി. പിന്നെ അമ്മ നോക്കിട്ട് ലാസ്റ്റ് അയാളൊരു കണ്ടുകൂട്ടലും. അങ്ങനെ ഫസ്റ്റ് അക്കൊല്ലത്തെ ഫസ്റ്റ് അമ്മ നേടിയെടുത്തു ഇമ്മവെട്ടലാണ്. അമ്മ ഈ ഇമ്മവെട്ടൽ തന്നെയാണ് അച്ഛൻ്റെ അടുത്ത് നടത്തിനിമ്മേ. അച്ഛനെ എങ്ങനെയാ വീഴ്ത്തിയത്? ഇമ്മവെട്ടൽ തന്നെയാ. അതെ, ദാരിദ്ര്യം അതെല്ലാവർക്കും അങ്ങനെ. പോയി അപ്പഴത്തേക്കിന്റെ ഒരു സാധനം കൂടെ വരുന്നു. അങ്ങനെയാന്ന് നമുക്ക് കണ്ടപാട് അച്ഛൻ ഇഷ്ടപ്പെട്ടിനാ? ഇഷ്ടപ്പെട്ടിനമ്മേ? നമുക്കൊന്നും തിരിയുന്നില്ല കേട്ടോ. ഇവിടെ എന്തോ ഞെക്കിയിട്ട് രണ്ടുകൊണ്ട് അത് ഞെക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയിപ്പോ പാലല്ലോ വെച്ചത് പടച്ചു പറയൂ കേട്ടാ. വിദേശി കമ്പനിയിൽ ഞാൻ പുറത്ത് ഇരുന്നിനെ പിന്നെ വീടിയർക്കലല്ലേ. അപ്പൊ ഇവിടെ 2-3 ആള് വരുന്നത്. ഒരു വെല്ലിച്ചനുണ്ട് നമ്മൾ. ആ വെല്ലിച്ചൻ കൂട്ടിയിട്ടാ വരുന്നു. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞ പാടുണ്ട് അനിയത്തി വിളിക്കാൻ വരുന്നു. ഒന്ന് വാങ്ങുന്നു പറഞ്ഞിട്ട് അത് വന്ന് പോയി. അപ്പൊ ഒരു സുന്ദരൻ, ഒരു സുന്ദരൻ സുമുഖൻ, സുന്ദരനും സൽസ്വഭാവിയും സുമുഖനും ഒരാള് വന്നു. ആ സുന്ദരൻ നമുക്ക് കാണിച്ചു തരാം. പുറത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ വന്നപാട് അപ്പൊ കൂടെ ഒരു ആണുങ്ങളും ഉണ്ട്, ഒരു വയസ്സിൽ ഒരു വെളിച്ചനും ഉണ്ട്. അപ്പൊ വന്നപാട് കണ്ടതായ അയ്യത്തീന. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാ? ഇതൊന്നും ഞാൻ അറിയില്ല കേട്ടാ. ഇത്രയും കൊല്ലായിട്ട് അവര് പറഞ്ഞു. പിന്നെ ഈ കൂടെ വന്ന ആള് പറഞ്ഞു ഒന്ന് അയ്യത്തിനെ ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു അയ്യത്തിനെ ഇപ്പം പറഞ്ഞേക്കുന്നില്ല. ഇവിടെ മൂത്ത ഇരിക്കുമ്പോ അയ്യത്തിനെ പറഞ്ഞേക്കൂല. അങ്ങനെ വന്നു. ഏതായാലും ആയിക്കോട്ടെ വന്നല്ലേ. അനിയത്തി ഇല്ലെങ്കിൽ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അമ്മേനെ കല്യാണം കഴിച്ചത്. ഓയ്യോ, ഈ സ്റ്റോറി ഇത്രയും കൊല്ലായിട്ട് ഞാൻ അറിയില്ല കേട്ടാ. അല്ല അനിയത്തിനെ അതെ നമ്മള് പിന്നെ ഒറ്റക്ക് കഴിച്ചതല്ല. നമ്മള് പിന്നെ ഏട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കഴിച്ചതാ. അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചതാട്ടാ. മർത്തും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മർത്തും മനസ്സിലാവൂല ആയിരിക്കും എനിക്ക് തോന്നുക. ഈ മൂക്കില്ല കാലം വരെ ജലദോഷം പോവില്ല. അത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചാൽ അങ്ങനെയാണ്. ഒരിക്കല് സുഖം, ഒരിക്കല് ദുഃഖം. അങ്ങനെ ഉണ്ടാവും പോലും. അതാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്. ഇത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കഴിക്കേണ്ട. അമ്മ പറയുന്നത് ജലദോഷം മാറൂല എന്നാ പറഞ്ഞേ. പണ്ട് കഴിക്കുന്നല്ലാതെ ഇപ്പം കഴിക്കുന്നില്ല. ഇപ്പം കഴിക്കില്ല. ഇല്ല അല്ലേ? ഇപ്പഴേ കഴിക്കാൻ ഒരാൾ കൊണ്ട് എനിക്ക് വേണ്ട. ഈ സ്റ്റോറി നമ്മൾ അച്ഛനോടും ചോദിക്കൂട്ടാ. അച്ഛന് പാടിയിരിക്കുന്നുണ്ട് പുറത്ത്. നമുക്ക് ചായ കുടിക്കുന്ന സമയത്ത് ചോദിക്കാം. ഏതായാലും അമ്മേന്റെ ചായ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത് കേട്ടാ. ഇത്രയും ദൂരം താണ്ടി നമ്മൾ വന്നത് അമ്മേന്റെ കയ്യിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആഴ്ചക്ക് ഒരിക്കലെങ്കിലും കുടിക്കണം. അങ്ങനെ നമ്മുടെ ചായയും കടിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അച്ഛനേടി ഇരിക്കുന്നുണ്ട്. എന്നാമേ അച്ഛനോട് ചോദിക്കണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതല്ലേ, അതെല്ലാം ആർക്ക് ചോദിക്കുന്നത് ഒരു പുതുക്കലി. അതന്നെ ഇപ്പൊ അല്ല സത്യം. അമ്മ എല്ലാം മണി പോലെ പറഞ്ഞു. ഒന്നും തെറ്റാണ്ട് എന്താ ഒന്നും ഓർമ്മയില്ലാണ്ട്. മാർച്ച് 17 70 വയസ്സായാലും നമ്മളെ ആദ്യം പെണ്ണ് കാണാൻ പോയതോ അല്ല കാര്യം. നിങ്ങൾ അല്ല അത് ഇപ്പൊ കണ്ടത്. ഇതെന്നാ സംഭവം എന്നറിയാം. അമ്മ അച്ഛൻ അടുക്കളയിലേക്ക് ഇടക്ക് വന്നു. അന്നേരം അമ്മ പറഞ്ഞു ഓൻ എന്നോട് കുറച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കും, നിങ്ങളെല്ലാം വൃത്തി. അന്നേരം തൊട്ട് അച്ഛനോട് എന്നെയും പറയണ്ടെന്ന് ദേഷ്യം ലാസ്റ്റ് അടിയാവും. എന്നാണ് നടക്കുന്നത്? അച്ഛനെന്നാ ഈ പറയേണ്ടതായിരിക്കുന്നത് അല്ലച്ചാ. കല്യാണം കഴിച്ച് 3 കുട്ടികളായി, മക്കളായി കല്യാണം കഴിയാനായി. മക്കളെ കല്യാണം കഴിയാനായി. അച്ഛനൊന്നും ഓർമ്മയില്ല. നമ്മുടെ ഇപ്പൊ അമ്മ ഭയങ്കര സംഭവം അറിയില്ല. അപ്പൊ നമ്മളതൊരിക്കാൻ മോന് അറിയാൻ വേണ്ടി പറയണം. നിങ്ങൾ ഇന്ന പോലെ എങ്ങനെ ഇഷ്ടപ്പെട്ടു അതന്നെ പറയണം. അത് ഓർമ്മയുണ്ട്. കണ്ട തൃച്ചംബരത്ത് കണ്ടോ? ആരെയും ഓർമ്മയില്ലെന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് അതൊന്നും വേണ്ട. അച്ഛൻ നടന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അല്ലച്ചാ മേനിലെ ഒരു ചങ്ങായി ഉണ്ട്, കാടപ്പലിപ്പിന് അവൻ എന്ന് പറഞ്ഞിട്ട്. ഓനിന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. വീടിയും കടയിൽ കുട്ടികളും മക്കളും എല്ലാം ആയിപ്പോ ഓനെയും കൂടിയിട്ടാ ഞാൻ പോയി.
ആര് ചങ്ങായിയായിട്ട് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. ആ അമ്മേനെ ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ, ഒറ്റക്കല്ലല്ല. അതെ 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 നമ്മൾക്ക് പെങ്ങളൊന്നുമില്ലേ, അതെ. അങ്ങനെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ കണ്ട് ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ എന്റെ ചങ്ങായി മെല്ലെ തോടിയിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് അപ്പുറം കാണുന്നുണ്ടല്ലോ അനിയത്തിന് അപ്പൻ പറഞ്ഞതാണ്. അതെ അതെ. ഞാൻ പറഞ്ഞു അനിയത്തിന് തരുവാ, നീ ചോദിച്ചു നോക്ക്, നമുക്ക് ചോദിക്കരുത് നമ്മളെ കടമയല്ല. കിട്ടിയാ കിട്ടി പോയപ്പോ അപ്പൊ ഇവ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ശരിയല്ലല്ല, ഞാനല്ല കെട്ടുന്നവൻ, അതെ. ഞാൻ ചോദിക്കാണ്ടില്ല, നീ എന്ത് ചോദിക്കുന്നു. നീ ഓൻ ചോദിച്ചു അനിയത്തി ഉണ്ടല്ലോ തരൂ, മൂത്തേനെ വെച്ച അത് തരൂല തരൂല പറഞ്ഞേ. എന്നാ പിന്നെ കിട്ടിയത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ കിട്ടിയ സാധനമാണ് ഇതാ ഇവിടെ കിടക്കുന്ന ഇതാ സൗഭാഗ്യവതിയായ ഈ സുശീലയും സുന്ദരിയും സുന്ദരിയും സുമുഖിയായ സ്ത്രീ. സ്ത്രീ. അപ്പൊ ഇതല്ല അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലു വള്ളി ഓർമ്മയുണ്ട്, പറയണ്ടല്ലോ. ഒരു കണക്കിന് എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടിയോണ്ട് നന്നായി. എന്താ കാരണം നല്ല കണ്ടാ? ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ മനസ്സാണ് ഏറ്റവും വലിയ ക്ലിയർ. അല്ലാതെ ഈ മുഞ്ചി മറ്റേ മേഴ്സി വരയിൽ ചുണ്ടിലേക്കല് അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് അതിനെ മുഞ്ചി കണ്ടിട്ടായാലും നിൽക്കുന്നല്ല. അച്ഛൻ അതൊന്നും ഇഷ്ടമല്ല. അന്നേരം ഇതൊന്നുമില്ല, അത്ര സൗന്ദര്യമൊന്നും ഇല്ല ഇവക്ക്. അതിനൊക്കത്തില്ലേ എന്റെ കൂട്ടുകാർ അമ്മ കുറെ കാഴ്ചപ്പാടുണ്ടല്ലോ, ഇടുന്നടാ ഈ പൊടിനെ കിട്ടിനി. അപ്പൊ ഇത് ഇങ്ങനെ ദിനീസ് കമ്പനി പുകയിലേലും കിട്ടുന്നില്ലേ. എന്നോട് അപ്പുറത്തുള്ളത് ഞാനേ ചാടത്തില്ല, ഞാനേ ചോദിക്കുന്നു. ഇപ്പുറത്തുള്ള ആൾക്കാർ നമ്മളെ നാരാട്ടം ചോദിച്ചു എനിക്കിത് കിട്ടീനി. ഞാൻ പറഞ്ഞു ഞാനത്ര സൗന്ദര്യം നോക്കിയിട്ടൊന്നല്ല, ഒന്ന് ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വേറെ വെച്ചിട്ട് സൗന്ദര്യം നോക്കിയിട്ട് കഴിക്കുന്നതാണ്. ഞാൻ ഇന്ന് റോഡിൽ നിന്ന് കടക്കേണ്ടി വരും. മനസ്സാ ക്ലിയർ ഉണ്ട്. അപ്പൊ ഒരു ജീവിതം സൗന്ദര്യം ഒരു ജീവിതം ജീവിച്ച ഒരു വ്യക്തിയിലെ അനുഭവമാണ് ഇവിടെ ഇപ്പം അണിഞ്ഞു ഒരുങ്ങിയാലും അത് സ്നേഹിക്കുന്ന ഒരു പൊട്ടന്മാരാണ്. അങ്ങനെ പറയരുത്. അങ്ങനെ എല്ലാരും ചുണ്ടിൽ വരുത്തിക്കുന്നവരെല്ലാരും അങ്ങനെയല്ല. അങ്ങനെ ഇവരെ ഓരോരാൾ അഭിപ്രായം പറയുന്നത്. അല്ലെങ്കിൽ അമ്മയും തേച്ചേനെ. അതെ അതെ. ഇത് എനക്ക് ഒരു രക്ഷയില്ല. ഇവള് വന്നിട്ട് എന്റെ തലയിൽ പറ്റി എന്നാക്കിയത് അച്ഛനെ ലേശം നരച്ചിന്. അപ്പൊ ഞാൻ ചെയ്തായാലും ലേശം ഒരു കറുപ്പാക്കാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇരിക്കുമ്പോൾ ബാറ്റ് തേക്കുന്നേടാ, താടിയും പിടിച്ച് ആകെ നോക്കുമ്പോ മറ്റേ എന്താന്ന് പറയുന്നത് ഹെന്നയല്ല, ഹെന്നയുണ്ട് അല്ലേ, ബ്ലാക്ക്. അപ്പൊ അച്ഛനൊന്നും അറിയില്ല കേട്ടോ അതിനെ കുറിച്ച്. അപ്പൊ അച്ഛനെ അമ്മ എവിടുന്ന പഠിച്ചമ്മ ഇതെല്ലാം? അതെല്ലേ. അമ്മ പറഞ്ഞു അമ്മയെ കറുപ്പ് ആയിക്കോന്ന് പറഞ്ഞു, മോന്റെ ഭാര്യ. അങ്ങനെ ആക്കി ഞാൻ തേച്ചു. ഇന്ന് തേച്ചു. ഞാൻ തേക്കുമ്പോ ഞാൻ വാസ്കോട്ടിനോട് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഏതായാലും ആയിക്കോട്ടെ, ഭർത്താവും ഭാര്യയും തമ്മിൽ സുന്ദരികളായിക്കോട്ടെ. സ്നേഹം പിന്നെ തീർച്ചയായും അപ്പൊ ഈ സ്നേഹം ഒരു മാതൃകയാക്കിയിട്ട് നമുക്കും തുടരാണ് കേട്ടോ പ്രിയ. ഇതുപോലെ കണ്ടില്ലേ നീ ഇതെല്ലാം മനസ്സിലാക്കണം. അത് അച്ഛന്റെ ആ ഒരു ഇതില് പറഞ്ഞതാണ്. അതെ, അച്ഛൻ അങ്ങനെ പൂർണ്ണമായിട്ട് അധിക്ഷേപിച്ചതല്ല. അച്ഛനത് അങ്ങനെ അച്ഛന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അച്ഛൻ അതിനെ കുറിച്ച് അറിവില്ല, അച്ഛനറിയില്ല. അപ്പൊ അച്ഛന്റെ ആ ഒരു ലുക്ക് ഔട്ട് പറഞ്ഞതാണ് അത്. അപ്പൊ അങ്ങനെ ഏതായാലും നമ്മള് ചായ കുടിക്കാതെ പിള്ളേർ ഇവിടെ അടിച്ച് തകർക്കുന്നുണ്ടേ നമ്മളോടൊന്നും ചോദിക്കാണ്ട്. അപ്പൊ നമ്മൾ ഏതായാലും ചായ കുടിച്ചിട്ട് ഇനി കാണാലോ പ്രിയ. അതാ മുട്ടയുണ്ട് ചൈലി, മുട്ടയുണ്ട് അച്ഛന് മധുരമില്ലാത്തത്. അമ്മ പോട്ടെ അമ്മ എന്നാല്. ഓവി പോട്ടെ. പിയോൻകുട്ടനെ എണീച്ചിട്ടേ ഇല്ല അല്ലേ? അതെ, സീനാട്ട പോവാന്നാല് നമുക്ക് നേരെ സുബീന്റെ അടുത്തും കൂടി പോവാനുണ്ട്. ആയിക്കോട്ടെ. പെട്ടെന്ന് ഇറങ്ങിയിടുന്നു. ഏതായാലും 8 മണി എന്റെ മോളത് അടയ്ക്കാൻ ഫോട്ടോ എടുക്കാം. അപ്പൊ നമ്മള്
സുവീൻ്റെ അടുത്ത് എത്തിയിട്ടാ. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് സുവീൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാനും സുവീൻ തമ്മിൽ അടിച്ച് പിരിഞ്ഞതാണ്. ഇന്ന് വീണ്ടും ഇത് കിട്ടേ കൊണ്ടു ഇല്ല ഇല്ല വലിയൊരു തുടക്കത്തിന് ശേഷം വീണ്ടും ഒത്തുചേർന്നു. ഇത് നമുക്ക് വേറെ ബ്ലോഗ് ആക്കിയാൽ മതി. ഒരു പ്രണയായി ഇത് മതി. അതെ പ്രണയത്തിന്റെ ഇത് വന്നു ക്യാപ്ഷൻ. അപ്പൊ ഇത് നമുക്ക് അടുത്തൊരു ബ്ലോഗായിട്ട് എടുത്താൽ മതിയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളുകൾക്ക് ശേഷം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വരുന്നു കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ വേറൊരാൾ ഇങ്ങനെ കാണിച്ചു തരാം. അളിയൻ വന്നിട്ടുണ്ട്. അളിയൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് 1 മാസമായിട്ടായി വന്ന് അല്ലേ? അളിയൻ നമ്മ പോകുന്നത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അളിയൻ പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അളിയൻ പോയതും വന്നതിൻ്റെ ഒരു ബിഗ് സ്റ്റോറിയാണ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിലല്ല കൃത്യമായിട്ട് നമ്മൾ വിവരിച്ചിട്ട് തന്നെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിടുന്നതാണ്. എല്ലാവർക്കും അളിയൻ്റെ 6 മാസത്തെ പ്രവാസ ജീവിതത്തിലെ അനുഭവങ്ങൾ 7 മാസം അല്ലേ? 7 മാസം പിന്നെ അളിയൻ്റെ ഒരു പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളെ ചാനലിൽ കൂടെ പങ്കുവെക്കുന്നതാണ് കൂട്ടുകാരെ. അപ്പോൾ അടുത്ത ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്നുവെച്ചാൽ അത് കണ്ടിന്യൂസേഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അത് എട്ടളിയാ അതൊരു ചെറിയ കാര്യമൊന്നല്ല, ഒരു വലിയ കാര്യമായിട്ട് നമ്മളത് അവതരിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം അത് കാണിക്കുന്നത്. എന്നാ നീ അത് പറയുമ്പോൾ ഇങ്ങനെ ചിന്തയോട് ആലോചിക്കുന്നു. അപ്പൊ ഇങ്ങനെ മറ്റേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അങ്ങനെ കാര്യങ്ങള് പക്ഷെ എന്താ പറയാ ഗൾഫ് കാണാൻ പറ്റും. ഷാർജയില പോയ ദുബായ് കണ്ടു, ഷാർജ കണ്ടു, പിന്നെ 6 മാസം കൊണ്ട് അളിയൻ 3-4 രാജ്യങ്ങളുണ്ട്. 12 കൊല്ലം നിന്ന് നമ്മളാകെ ഒരു രാജ്യത്ത് അവിടെ തന്നെ മടക്കി പിടിച്ച് നിൽക്കുന്നുണ്ടായില്. അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങള്. അതൊരു അനുഭവമാണ്. അപ്പൊ അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ് അല്ലേ? അത് ഇരുന്ന് ചെറിയ കാര്യമൊന്നുമല്ല അല്ലേ? ഒരുപാട് പറയാനുണ്ടല്ലോ ഇത്. നമുക്ക് ഒറ്റ ഒരു അല്ലേ? അത്ര തന്നെ. അതിപ്പോൾ ഒരുപാട് പറയാനുണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. എൻ്റെ സുവി എന്ന് വേറെ വിശേഷം? സുവി നമ്മൾ ഒരു കുറച്ചായാലേ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പം ഇതിൻ്റെ ഇടക്ക് അത്രയൊന്നും ആയില്ല കേട്ടോ. നമ്മൾ 1 മാസേ ആയിട്ട് വരാണ്ട്. പക്ഷെ എന്നാലും ഒരു മാസത്തിന് കഴിഞ്ഞ 4000 മുന്നേ വന്നിട്ടല്ല. ഇല്ല സുവിക്ക് പരാതി ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയുന്നുണ്ട്. സുവി അതെല്ലാം നിർത്തി പരാതി നിർത്തി. ഇനി അധികം ക്യാമറ വെക്കണ്ട. ഇല്ല പരാതിയില്ല, പരിഭവമില്ല. കിച്ചുവിനോട് സംസാരിക്കാം. കിച്ചു ഇപ്പം കുറച്ച് ഒന്ന് ആദ്യം കിച്ചു വലിഞ്ഞ് നല്ല കുറച്ച് സുന്ദരനായിട്ടാ. ഇവനിപ്പോൾ നല്ല ഫുട്ബോൾ കളിയും പിന്നെ കുറെ സ്പോർട്സിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് നല്ല തടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞ പൊടിമീശ ഇതാണ് പൊടിമീശ വളർന്നിട്ടുണ്ട്. പൊടിമീശ നമുക്ക് പണ്ട് അതെയാ. അപ്പം അങ്ങനെ ആരാധകരുണ്ടോ നോക്കണ്ടേ? ഇപ്പം ഓൾറെഡി 2-3 ഉണ്ട് ഗേൾ ഫ്രണ്ട്. അപ്പൊ ഇനി കൺഫ്യൂഷൻ ഇല്ല. ഇനി വെറുതെ ചക്കൻ ഇങ്ങനെയൊന്നും പറയില്ല. ചക്കൻ പഠിക്കട്ടെ നമ്മള്. അങ്ങനെയില്ലത് ഇപ്പൊ അല്ലേ? അത് അമ്മ എന്തെന്നാണ് ചെവി നീ ഇങ്ങനെ പറയല. അയ്യോ അതൊന്നുമില്ല. പിന്നെ പൊടിമീശ വളർന്നു കേട്ടാ ശരിക്കും. ഇനിയിപ്പോ അതിൽ സെറ്റൽ ആക്കണവനത്. പിന്നെ ഇനിയിപ്പോ 9ാം ക്ലാസ്സിൽ എത്ര കേട്ടോ നമ്മുടെ കിച്ചു? 9ാം ക്ലാസ്സിലല്ലേ ഇപ്രാവശ്യം? 9ാം ക്ലാസ്. ഇനി അടുത്ത കൊല്ലം 10ാം ക്ലാസ്. 10-ലെത്തേണ്ടയാണല്ലേ? 15 വയസ്സായി. പണ്ട് 15 വയസ്സ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സാണ്. അപ്പൊ സമയം എത്രയായി? അളിയന് 6 എന്നാളിയാ 6 പാക്ക് കാണിക്കുന്ന്. അപ്പൊ സമയം ഒരുപാടായിട്ടാ. നമ്മ കൊറേ വൈകി. സുബീനോട് ഇരുന്ന് കൊറേ സംസാരിച്ച് അല്ലേ? അപ്പൊ ഏതായാലും നമ്മള് ഇറങ്ങുന്നു കേട്ടാ. സുബി ബൈ ബൈ.